ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള മുളക് വറുത്തരച്ചിട്ടുള്ള ബീഫ് കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കുക്കർ ചൂടായ പിന്നെ 10 ഉണക്കമുളകും 10 ബേടിക മുളകും ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നല്ലോണം ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പം നല്ലോണം ഫ്രൈ ആയിന്. ഇനി ഇതിനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ക്രഷ് ആക്കി എടുക്കാം. ഇനി കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായ പിന്നെ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ചക്ക, ഒരു ഏലക്കി, ഒരു മറാഠി മൊഗ്, ഒരു സ്റ്റാർ ഫ്ലവർ, പിന്നെ ഒരു 3 ലവംഗ, പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് ഒരു 2 സ്പൂണിൻ്റെ അത്ര വെളുത്തുള്ളി ഇട്ടിട്ട് വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. വെളുത്തുള്ളി ഗോൾഡൻ കളർ ആയ പിന്നെ അതിലേക്ക് ഒരു 3-4 പച്ചമുളക് ചെറുതായി കട്ടാക്കിയത് ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഒരു 3 മീഡിയം സൈസ് ഉള്ളി ചെറുതായത് കട്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇടിയോടെ ഇട്ടിട്ട് അതിന് നല്ലോണം മിക്സാക്കാം. ഇപ്പോൾ ഉള്ളി നല്ല ബ്രൗൺ കളറായിന്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കാം. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിന്. ഇപ്പോൾ തക്കാളി നല്ലോണം വെന്തിന്. ഇനി ഇതിനെ നല്ലോണം ഇങ്ങനെ സ്നാഷ് ആക്കി കൊടുക്കാം. തക്കാളി നല്ലോണം വെന്തുടഞ്ഞ പിന്നെ ഇനി അതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കാം. ഇനി ഈ മസാലനെ നേരത്തെ ഞങ്ങൾ ക്രഷ് ആക്കി വെച്ച് മുളകിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ബാക്കിയുള്ള മസാലയ്ക്ക് നല്ലോണം കയറ്റി ഊറ്റി വെച്ച് 2 കിലോ ബീഫ് ഇട്ട് കൊടുത്ത്, എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സാക്കി. മിക്സിൻ്റെ ജാറിൽ മസാല നല്ലോണം ചൂടുണ്ടായതുകൊണ്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്ത്, എന്നിട്ട് ആ മസാലനെ ഈ ബീഫിലേക്ക് ഇട്ട് കൊടുത്ത്, ഇനി ഇതിലേക്ക് മിക്സിൻ്റെ ജാറ് കയറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെല്ലാം നല്ലോണം മിക്സാക്കാം. ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ടായതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്ത്, ഇനി ഇതിനെ മൂടി വെച്ചിട്ട് ഒരു വിസിൽ ഫുള്ള് ഫ്ലെയിമിലോ പിന്നെ 2 വിസിൽ സ്ലിമ്മിലാക്കിയിട്ടും വേവിച്ചെടുക്കാം. ഇനി കറിക്കുള്ള ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് ബീൻസ് കുരുന്ന് ഞാനൊരു വേറൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത്, ഇതെല്ലാം ഒന്നിച്ചിട്ട് ഇട്ടെങ്കിൽ ഉരുളക്കിഴങ്ങെല്ലാം നല്ലോണം വെന്തുടയൂ. അതിനെ കൊണ്ട് ഞാൻ വേറൊരു കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒരു വിസിലാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു വിസിലാക്കി എടുത്ത്, ഇനി കുക്കറിൻ്റെ എയറെല്ലാം പോയിന്. ഇനി ഇതിൻ്റെ ലിഡ് ഓപ്പൺ ആക്കിയിട്ട് നേരത്തെ ഞങ്ങൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും പിന്നെ ബീൻസ് കുരുന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത്, എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് അതിന് നല്ലോണം മിക്സാക്കി. നല്ലോണം ലൂസായിനെങ്കിൽ നല്ലൊരു തിളപ്പിച്ചെങ്കിൽ അത് വറ്റി കിട്ടും. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിലായിന്. ഇനി ഇതിന് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള മുളക് വറുത്തരച്ചിട്ടുള്ള ബീഫ് കറി റെഡിയായി. ഇനി നല്ല ചൂട് പുഴുങ്ങലൊരു ചോറും നല്ല അടിപൊളി ടേസ്റ്റുള്ള മുളക് വറുത്തരച്ച ബീഫ് കറിയും
പിന്നെ ഒരു കഷ്ണം മാങ്ങ എടുത്തിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച്. ബീഫ് ഉരുളക്കിഴങ്ങെല്ലാം നല്ല പാകൽ കുക്കായിന്, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കിയേ. പിന്നെ ബീഫ് കറി ആക്കിയതിന് നല്ലൊരു മണം ഉണ്ടായി. പിന്നെ ഇപ്പോൾ മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ലഞ്ചിനും ഡിന്നറിനെല്ലാം മാങ്ങ മസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.